സാജിദ് അജ്മൽ കൂടി ചേരുന്നു. സാജിദ, 7-ാം തീയതിയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയും, ശ്രീനന്ദയെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാകാം എന്നൊക്കെ ആ അമ്മ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ സങ്കടകരമായ ആ കുടുംബത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത വരികയാണ്. കർണാടകയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നത്. എന്ത് സംഭവിച്ചു എന്നതിലൊരു വ്യക്തതയുണ്ടോ ഇപ്പോൾ? ദിവ്യ സൂചിപ്പിച്ച പോലെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിഫലമായിരിക്കുന്നു. ഇപ്പോൾ ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് പാലക്കാട് നിന്ന് പോയ അന്വേഷണ സംഘവും പോലീസ് സംഘവും നമ്മോട് സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെയുള്ള വനംവകുപ്പും പോലീസും ചേർന്ന് മുകളിലേക്ക് കൊണ്ടുവരണം. ഈ വ്യൂ പോയിന്റിന്റെ ഒരു ചെരിവിലായി മൃതദേഹം കണ്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇനി മുകളിലേക്ക് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ നാളെയായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ 4-ാം തീയതിയാണ് 40 അംഗ സംഘം, ഇവരുടെ കുടുംബം അടങ്ങുന്ന സംഘം. ഞാൻ സാജിദിലേക്ക് വരാം. ഇപ്പോൾ VK ശ്രീകണ്ഠൻ എംപി മാധ്യമങ്ങളെ കാണുന്നു ഇതേ വിഷയം. ശരി, വരാം. എന്തായാലും സാജിദ തുടരുന്നുണ്ട്. സാജിദ, ഇപ്പോൾ കുടുംബത്തിന് ഇത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, മൃതദേഹം കണ്ടെത്തി തിരിച്ചറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? പോലീസ് ഇക്കാര്യത്തിൽ ഏതൊക്കെ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്? കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ അവിടെയാണ് ഉള്ളത്. അവർക്ക് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടന്നിരുന്നു. കർണാടക വനം വകുപ്പും പോലീസും ചേർന്ന് വനത്തിനകത്ത് ഡ്രോൺ ഉപയോഗിച്ച് വരെയുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിന്റെ 2 ഭാഗത്തേക്ക് ആയി ആളുകൾ ഈ യാത്രയ്ക്ക് പോയ സമയത്ത് പോയിരുന്നു. പലരും ഫോട്ടോ എടുക്കാനും മറ്റും 2 ഭാഗത്തായി പോയിരുന്നു. ഇതിനും താഴ്ഭാഗത്തേക്കാണ് ആ കുട്ടി ശരി സാജിദ, ഒന്ന് തുടരുക. ഇപ്പോൾ VK ശ്രീകണ്ഠൻ എംപി മാധ്യമങ്ങളെ കാണുന്നു. പോലീസും ഫോറസ്റ്റും എല്ലാം അന്വേഷിച്ച് കുട്ടിയെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ താഴ്വാരത്തിൽ വെച്ച് മരണപ്പെട്ട നിലയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ല. എത്രയും പെട്ടെന്ന് ആ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അതിന് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഉള്ള നടപടി സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സമീപ പ്രദേശങ്ങളിലെ CCTV സർവൈലൻസിലൊന്നും കുട്ടിയുടെ യാതൊരു മൂവ്മെൻറ്റും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലർ സംശയം പറഞ്ഞു വല്ല തട്ടിക്കൊണ്ടുപോകലോ അത്തരത്തിലുള്ള വല്ലതും ആയിരിക്കും എന്നുള്ള ആ തരത്തിലും അന്വേഷണം നടത്തിയെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചില്ല. ഇന്നാണ് ഇപ്പോൾ ഈ തെരച്ചിലിനൊടുവിൽ കുട്ടിയുടെ ആ വാട്ടർഫോളിന് താഴ്വാരത്തിൽ മരിച്ച നിലയിലാണ് കുട്ടീനെ കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായാലും അത്യന്തം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ടൂറ് പോകുന്നവരും അതുപോലെ പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നവർ അതീവ ജാഗ്രതയോടെ ആയിരിക്കണം. ഇതുപോലുള്ള വെള്ളച്ചാട്ടം സമീപ പ്രദേശങ്ങളിൽ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തുടർച്ചയായി പല രീതിയിലുള്ള അപകടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കാനുള്ളൊരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഇത് കാണേണ്ടത്. എന്തായാലും മൃതദേഹം ശ്രീനന്ദയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. മൃതദേഹം വളരെ പെട്ടെന്ന് പുറത്തേക്കെടുത്ത് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പാലക്കാടേക്ക് കൊണ്ടുവരിക, അത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത് എന്നാണ് പാലക്കാട് MP കൂടിയായ VK ശ്രീകണ്ഠൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും 4 ദിവസം മുൻപാണ് ശ്രീനന്ദയെ കാണാതാകുന്നത്. കുടുംബത്തോടൊപ്പം ചിക്കമംഗളൂരുവിൽ കർണാടകയിൽ വിനോദയാത്ര പോയതായിരുന്നു ശ്രീനന്ദ. അവിടെ വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നതിനിടെ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു ചുറ്റും. ആ തിക്കിനുമിടയിൽ ശ്രീനന്ദയെ കാണാതാവുകയായിരുന്നു. ആരോ തട്ടിക്കൊണ്ടുപോയതാകാം എന്നായിരുന്നു കുടുംബം കരുതിയത്. വളരെ പ്രതീക്ഷയോടുകൂടി അവർ തിരച്ചിൽ നടത്തുകയായിരുന്നു, അന്വേഷണം നടത്തുകയായിരുന്നു. ശ്രീനന്ദയുടൻ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ആ കുടുംബത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടിതാ ഇപ്പോൾ ആ വാർത്ത വരികയാണ്. ശ്രീനന്ദയുടെ മൃതദേഹം ചിക്കമംഗളൂരിൽ നിന്ന് വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് 1500ഓളം അടി താഴ്ചയിൽ നിന്നിപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത വരികയാണ്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ശ്രീനന്ദ അപകടത്തിൽപ്പെട്ടത് എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. KR സാജു ഉണ്ട്. സാജു, ഇതിൽ ഉയർന്നു വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പമായിരുന്നു. എങ്ങനെയാണ് ഈ കുട്ടി അപകടത്തിൽപ്പെട്ടത് എന്നറിയേണ്ടതുണ്ട്. കാരണം വളരെ തിരക്കുണ്ടായിരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഈ കുട്ടി വീണപ്പോൾ?
നമ്മൾ അവരുടെ മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോൾ തങ്ങളുടെ തൊട്ടടുത്ത് അന്ന് വൈകുന്നേരം 7-ാം തീയതി വൈകുന്നേരം 5:20 വരെ ഈ മാതാപിതാക്കളുടെയോടൊപ്പം ഈ കുട്ടി ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഉള്ള സമയത്ത് ആ കുട്ടി അങ്ങനെ അപകടത്തിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ കർണാടക പോലീസും വനം വകുപ്പും അവിടെയുള്ള പ്രദേശവാസികളും ബന്ധുക്കളായ ആളുകളും ചേർന്ന് ഈ വനത്തിനകത്ത് വ്യാപകമായ തിരച്ചിൽ നടത്തി. വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് താഴെയുള്ള വ്യൂ പോയിന്റിൽ വ്യാപകമായ തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഡ്രോൺ ഉപയോഗിച്ച് വനത്തിനകത്തും ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റിപ്പോയതാണോ എന്ന ഒരു സംശയത്തിന്റെ പേരിൽ വ്യാപകമായ തിരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നാൽ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഈ കൂടുതൽ ഈ സംഘത്തെ നിയോഗിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി സംസാരിച്ചിരുന്നു. ഇതുകൂടാതെ ICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും VK ശ്രീകണ്ഠൻ MP-യും ഈ വിഷയത്തിൽ ഇടപെടുകയും അവിടെയുള്ള ആഭ്യന്തരമന്ത്രിയുമായും പോലീസ് കമ്മീഷണറുമായും മുഖ്യമന്ത്രിയുമായും എല്ലാം സംസാരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയതിൽ നിന്നാണ് ഇപ്പോൾ ഈ കാട്ടിൽ വെച്ച് മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ഈ വ്യൂ പോയിന്റിന്റെ ഒരു പാറയിടുക്കിൽ വെച്ചാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ആ കുട്ടി എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. ഇപ്പോഴെന്തായാലും ആ കുട്ടിയുടെ മൃതദേഹം എവിടെ വെച്ചാണോ ഈ കുട്ടിയെ കാണാതായി എന്ന് പറയുന്നത് ആ പ്രദേശത്തിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ മൃതദേഹം കിട്ടിയത്. അതിന് താഴ്ഭാഗത്തു നിന്നാണ് ഈ മൃതദേഹം ലഭിച്ചത് എന്നുള്ളതാണ് പാലക്കാട് നിന്ന് പോയ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇനി ആ കുട്ടിയുടെ മൃതദേഹം മുകളിലേക്ക് കയറ്റി സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തി തുടർ നടപടികൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. വെറും 14 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ വിനോദയാത്രയ്ക്ക് പോയി അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത്. ശരി, വളരെ ദുഃഖകരമായ വാർത്തയാണ്. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ നിന്ന് കാണാതായ പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. വ്യൂ പോയിന്റിന് ഏതാണ്ട് 1500 അടി താഴ്ചയിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്.